ആരാകും സ്ഥാനാർത്ഥി? കൺഫ്യൂഷൻ തീരുന്നില്ല. കോൺഗ്രസിന്റെ പട്ടിക ഇതാ ഈ നിമിഷം വരെയും എത്തിയിട്ടില്ല. ഇന്ന് രാവിലെ 11 മണിക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിലും പട്ടിക വൈകുകയാണ്. ചർച്ചകളെല്ലാം കഴിഞ്ഞു. ഇനി ഈ സ്ഥാനാർത്ഥിമാരുടെ പേര് ടൈപ്പ് ചെയ്യുന്നതിലെ കാലതാമസമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുന്നത്. ഇന്നലെ രാത്രി ഞങ്ങൾ നിങ്ങളെ വിളിക്കും. നിങ്ങളെ വിളിക്കും. പ്രതിസന്ധി ഉണ്ടോ? പ്രതിസന്ധിയില്ല. എന്താ പിന്നെ വൈകുന്നത്? പ്രഖ്യാപനം വൈകുന്നത് എന്തുകൊണ്ടാണ്? സർപ്രൈസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്താ ഇത്ര കൺഫ്യൂഷൻ? സർപ്രൈസ് ലിസ്റ്റ് കൺഫ്യൂഷൻ എന്താണ്? ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനത്തെ ഒരു വിമർശനം വേണ്ട. ഒരു കൺഫ്യൂഷനും ഇല്ല. അല്ല സുരേ, വടകര സീറ്റിലൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയുന്നു. നമുക്ക് ഈ സമയത്ത് അതിഥികൾ കൂടിയുണ്ട്. ദീപ്തി മേരി വർഗീസ്, കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി, അപ്പം ശ്രീ പി കൃഷ്ണദാസ്, BJP നേതാവ്, അഡ്വക്കേറ്റ് ജയശങ്കർ അല്പസമയത്തിനകം ചേരും. M ജയചന്ദ്രൻ, അദ്ദേഹം CPM അനുകൂലിയായ മാധ്യമപ്രവർത്തകനാണ്. ആദ്യം ശ്രീമതി ദീപ്തി മേരി വർഗീസ്, എന്താണ് ഇത്ര താമസം? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇത്തവണ വലിയ തോതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം സീറ്റുകളും സിറ്റിംഗ് സീറ്റുകളാണ്. സിറ്റിംഗ് സീറ്റ് അല്ലാത്ത സീറ്റ് എന്ന് പറയുന്നത് ആലപ്പുഴ മാത്രമാണ്. അവിടെ തന്നെ ഇനി മാറ്റം വരുത്താൻ ഉള്ളതും തൃശ്ശൂരും വടകരയും മാത്രമാണ്. അപ്പോൾ ഒരുപാട് വലിയ ഡെലിബറേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ പ്രഖ്യാപിക്കാവുന്ന ഒരു പട്ടികയായിട്ടും ഇതിങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഇതിപ്പോൾ ഒരു സീറ്റാണെങ്കിൽ പോലും അത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണെങ്കിൽ അത് ചർച്ച ചെയ്ത് തീരുമാനിക്കണമല്ലോ. അതിന് അതിൻ്റേതായ സമയം വേണമല്ലോ. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പുതിയ ചില മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ചില മാറ്റങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സിറ്റിംഗ് MP-മാർ മത്സരിക്കുന്നു എന്നുള്ള ധാരണയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് ചർച്ച ചെയ്യേണ്ടതാണ്. വേണുഗോപാലിന്റെ BJP പ്രവേശനത്തോടുള്ള കോൺഗ്രസിന്റെ ഓവർ റിയാക്ഷൻ അല്ലേ? സത്യത്തിൽ ഇതിനെ ഇതുപോലെ റിയാക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? വടകരയിൽ K മുരളീധരൻ ഓൾറെഡി ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹോം ടർഫായിട്ട് അത് മാറ്റിയിട്ടുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി. നോക്കൂ, തൃശ്ശൂരിൽ TN പ്രതാപൻ 3.5 ലക്ഷം പോസ്റ്റർ ഒട്ടിച്ച് 100 കണക്കിന് സ്ഥലത്ത് ചുവരെഴുതിയതിനു ശേഷമാണ് അതൊക്കെ മായ്ക്കേണ്ടി വരുന്നത്. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ കോൺഗ്രസ് ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? അല്ല, അങ്ങനെ ഈ അഭിലാഷ് പറയുന്നത് പോലുള്ള കൺഫ്യൂഷനൊന്നും കോൺഗ്രസിനില്ല. ഇപ്പോൾ പോസ്റ്റർ ഒട്ടിച്ചോ അല്ലെങ്കിൽ മതിലെഴുതിയെന്ന് വെച്ചിട്ട് അതൊന്ന് മാറ്റി എഴുതുന്നു വെച്ചാൽ അതിനേക്കാൾ പ്രധാനമാണല്ലോ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥിയെ ഓരോ സ്ഥലത്ത് പ്രേസ് ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ BJPയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു റിസ്ക് ഇല്ല. കാരണം അവരെ സംബന്ധിച്ച് ആരെവിടെ നിന്നാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. CPM-നെ സംബന്ധിച്ചാണെങ്കിലും കഴിഞ്ഞ തവണ ആകെ ഒരു സീറ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അവരെ സംബന്ധിച്ചും വലിയ കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. അവരിൽ തന്നെ പലരെയും നിർത്തിയിരിക്കുന്നത് തന്നെ നമുക്കറിയാം. പലരെയും കശാപ്പ് ചെയ്യുന്നതിന് വേണ്ടി നിർത്തിയിരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞങ്ങൾ 19 സീറ്റിൽ ജയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സീറ്റ് പോലും നഷ്ടപ്പെടരുത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് നിൽക്കുന്നത്. എന്ന് മാത്രമല്ല 20ഉം ഞങ്ങൾ ഇപ്രാവശ്യം ലഭിക്കുമെന്നുള്ള പൂർണ്ണ കോൺഫിഡൻസിലാണ്. അങ്ങനെ കോൺഫിഡൻസ് ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നിരിക്കെ പല കാര്യങ്ങളും ചിലപ്പോൾ മാറിയും മറിഞ്ഞും ഒക്കെ വരേണ്ടതായിട്ടുണ്ടാകും. ചിലപ്പോൾ ചില സ്ഥാനാർത്ഥികളെ ചില സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അത് പാർട്ടിക്ക് ഗുണകരമാണെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കേണ്ടതായിട്ട് വരും. അഭിലാഷ് ഇപ്പോൾ പറയുന്ന ഒരു നരേറ്റീവ് ഉണ്ടല്ലോ, ഇതെന്തോ വൈകി പോകുന്നു, ഇതിനും സമയമില്ല എന്നുള്ള അത്തരത്തിലുള്ള സമയമൊന്നും ആയിട്ടില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തീർച്ചയായിട്ടും വരും മണിക്കൂറുകളിൽ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് അത്തരത്തിലുള്ള ഒരു വളരെ കൃത്യമായ തീരുമാനം ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നതായിരിക്കും. അത് ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. പൂർണ്ണ മനസ്സോടെ അതിനെ എല്ലാ കോൺഗ്രസ്സുകാരും സ്വീകരിക്കുന്ന രീതിയിലായിരിക്കും ഇപ്രാവശ്യം ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് വരാൻ പോകുന്നത്. ശരി, അഡ്വക്കേറ്റ് ജയശങ്കർ, ഒന്നാമത് തൃശ്ശൂർ K മുരളീധരൻ ഒരു രാശിയുള്ള സ്ഥലമല്ല. ലോക്സഭയിലേക്ക് ഒരിക്കൽ, പിന്നെ വടക്കാഞ്ചേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് പരാജയപ്പെട്ടു. TN പ്രതാപനാണെങ്കിൽ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ചാവക്കാട് നാട്ടിക ബെൽറ്റിൽ ധീവര സമൂഹത്തോടും മുസ്ലിം സമൂഹത്തോടൊക്കെ ഒരു ജൈവ ബന്ധമുള്ള ആ ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തെ മാറ്റി K മുരളീധരൻ വലിയ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നേതാവാണ് വരിക എന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രതാപൻ മത്സരിക്കുന്നതിനേക്കാൾ വലിയ ഇമ്പാക്റ്റ് കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യമാണോ? അല്ല, ഇതിൽ ഒന്നിലധികം പ്രശ്നങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടുപോയി. അത് കോൺഗ്രസിനെ ചെറുതായിട്ടും ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷേ അവർ അത്രയും അമിതമായിട്ട് ഇതിനോട് പ്രതികരിക്കേണ്ട കാര്യമില്ല. പത്മജ വേണുഗോപാൽ പോവുകയാണെങ്കിൽ പോട്ടെ, ഇനിയും വല്ലവരും പോകാനെങ്കിൽ പെട്ടെന്ന് പോവുക എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം വടകരയിൽ കഴിഞ്ഞ 5 കൊല്ലമായിട്ട്
നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വടകര മണ്ഡലവുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് കഴിഞ്ഞ കെ മുരളീധരൻ, അദ്ദേഹം കഴിഞ്ഞ തവണ ആരെയാണ് തോൽപ്പിച്ചതെന്ന് നമുക്കറിയാം. പി ജയരാജനെ തോൽപ്പിച്ച് ജയിച്ച ആളാണ്. അദ്ദേഹം വടകര മണ്ഡലത്തിൽ നല്ല ഗ്രൗണ്ട് സപ്പോർട്ടുള്ള ആളാണ് കോൺഗ്രസ്സുകാർക്കും മുസ്ലിം ലീഗുകാർക്കും. അതിനേക്കാൾ ഉപരി ഈ പിണറായി വിരുദ്ധരായിട്ടുള്ള മാർക്സിസ്റ്റുകാരുണ്ട്, RMPക്കാരടക്കം. മാർക്സിസ്റ്റുകാരുടെ വോട്ട് കൊണ്ടാണ് കഴിഞ്ഞ തവണ അദ്ദേഹം ജയിച്ചത്. ആ വോട്ടാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. ആ വിഭാഗക്കാരുടെ ഇടയിലും വലിയ സ്വീകാര്യതയുള്ള ആളാണ്. അദ്ദേഹത്തെ വടകരയിൽ നിന്നും മാറ്റേണ്ടതായി യാതൊരു സാഹചര്യവും അവിടെയില്ല. അതൊരു കാര്യമാണ്. രണ്ടാമത്തേത് TN പ്രതാപൻ അങ്ങനെ ഒരു ലോ പ്രൊഫൈൽ കാൻഡിഡേറ്റാണ്, നമ്മളല്ലെന്ന് പറയാൻ പറ്റില്ല. പ്രതാപൻ 3 തവണ നിയമസഭാംഗമായ ആളാണ്. അദ്ദേഹം ലോക്സഭാംഗമാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം പ്രചരണം നല്ല രീതിയിൽ ആരംഭിച്ചു. അദ്ദേഹം കൊരട്ടിമുത്തിക്ക് പൂവങ്കോല വരെ വച്ചു. അങ്ങനെ പ്രചരണം തുടങ്ങി, പോസ്റ്റ് അടിച്ചു. അദ്ദേഹത്തിന് വേണ്ടി പല സ്ഥലത്തും മതിലെഴുതി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടു. തൃശ്ശൂരിൻ്റെ പ്രതാപം നിലനിർത്താൻ, പ്രതാപന് വോട്ട് ചെയ്യുക എന്ന് മതിലെഴുതിയതിന് ശേഷം അദ്ദേഹത്തെ മാറ്റി പുതിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നത് ഉചിതമല്ല. ഒരു കാര്യം, ഒന്നാമത് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായിട്ട് സിറ്റിംഗ് MP-മാർക്ക് എല്ലാവർക്കും സീറ്റുണ്ട് എന്ന് ഹൈക്കമാൻഡിൽ നിന്ന് എന്തോ അറിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തുടങ്ങിയത്. അല്ലെങ്കിൽ പ്രതാപനോട് നേരത്തെ പറയാം, പ്രതാപ് ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്തും സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല നമ്മൾ പറയുമ്പോഴും തൊടുപുഴ മൂവാറ്റുപുഴ ഭാഗത്ത് ഏതും ഭിത്തിയിൽ നോക്കിയാലും ഡീൻ കുര്യാക്കോസിന് കൈപ്പത്തി എണ്ണത്തിൽ വോട്ടിടുന്നത് എന്ന് ഉള്ള ചുവരെഴുത്തുകൾ കാണാം. എറണാകുളത്ത് ഹൈബീഡിൻ്റെ ഇതുവരെ കണ്ടില്ല, ഉടനെ തുടങ്ങും എന്ന് ഞാൻ വിചാരിക്കും. അതുപോലെ ബെന്നി ബെഹനാനും ചാലക്കുടിയിൽ ആരംഭിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ എല്ലാവരും അവരാൽ കഴിയുന്നതിനുള്ള സ്പീഡ് വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. അത് സാമാന്യം ശക്തമായിട്ട് നടക്കുന്നുണ്ട്. കോൺഗ്രസിന് നേരത്തെ ദീപ്തിയോടെ പറഞ്ഞ പോലെ സിറ്റിംഗ് MP-മാരാണ് മിക്കവാറും എല്ലാവരും തന്നെ, ആലപ്പുഴയിൽ ഒഴിച്ച്. അതുകൊണ്ട് അവർക്ക് പ്രചരണം പ്രത്യേകം നടത്തേണ്ട. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവർക്കുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഈ 11-ാം മണിക്കൂറിൽ പ്രതാപന് സീറ്റില്ല. തൃശ്ശൂർ നിലനിർത്താൻ, വീണ്ടെടുക്കാനല്ല നിലനിർത്താൻ വടകരയിൽ നിന്ന് നമ്മൾ മുരളീധരനെ കൊണ്ടുവരികയാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു അനൗചിത്യമുണ്ട്. ഇതിനോട് തുലനം ചെയ്യാവുന്ന ഒരു സംഭവം ഞാൻ പറയാം. കൃത്യം 10 കൊല്ലം മുമ്പ് ചാലക്കുടി മണ്ഡലത്തിൽ നല്ല പ്രതിച്ഛായ ഉണ്ടായിരുന്ന അവിടുത്തെ എല്ലാ പൊതുചടങ്ങുകളിലും സ്വകാര്യ ചടങ്ങുകളിലും ഒരു നിതാന്ത സാന്നിധ്യമായിരുന്ന എല്ലാ മരണ വീട്ടിലും വിവാഹ ചടങ്ങുകളിലും എത്തിയിരുന്ന നല്ലൊരു കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് KP ധനപാലൻ എന്നാണ്. ആ ധനപാലനെ തൃശ്ശൂർക്ക് മാറ്റിയിട്ട് തൃശ്ശൂർ എന്ന് ഹെവി വെയിറ്റ് താരമായ PC ചാക്കോയെ ഇറക്കുമതി ചെയ്ത പോലെയാണ്. തൃശ്ശൂരെ പ്രബുദ്ധരായ വോട്ടർമാർ ധനപാലനെ നിരാകരിച്ചു. ചാലക്കുടിയിലെ പ്രബുദ്ധരായ കോൺഗ്രസ്സുകാർ തന്നെ വളരെ ശക്തമായി പ്രവർത്തിച്ച് PC ചാക്കോയെ തോൽപ്പിച്ചു. PC ചാക്കോയെ തോൽപ്പിക്കേണ്ട ഒരു പ്രതികാര നിർവഹണത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു. കാരണം ഈ ധനപാലനെ പോലൊരു പാവപ്പെട്ടവനെ ചാലക്കുടിയിൽ നിന്ന് ചവിട്ടി തൃശ്ശൂർക്ക് മാറ്റിയ ചാക്കോ ചാലക്കുടിയിൽ ജയിക്കാൻ പാടില്ല എന്ന് ചാലക്കുടിയിലെ ഓരോ കോൺഗ്രസ്സുകാർ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ, A ഗ്രൂപ്പ് I ഗ്രൂപ്പ്, തിരുത്തൽവാദി തിരുമൽവാദി വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടി തീരുമാനിച്ചു. അങ്ങനെയാണ് ചാക്കോ തോറ്റുപോയത്. പിന്നെ ചാക്കോ എന്ത് ചെയ്തു? ചാക്കോ അതിനെ തുടർന്ന് ഇടതു മുന്നണിയിലേക്ക് മാറി. അദ്ദേഹം ഇപ്പോൾ ഇടതു മുന്നണിയുടെ ഘടകകക്ഷിയുടെ നേതാവായിട്ട് വനംവകുപ്പിൻ്റെ മുതലാളിയായിട്ട് ഇരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് കണ്ട കാര്യമല്ലേ. ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ മുരളീധരനെ തൃശ്ശൂരോടൊന്ന് മത്സരിപ്പിക്കുന്നതിൽ കൂടി ഉണ്ടാകാൻ പോകുന്നത്. ഇനി ലീഡറുടെ കുടുംബവുമായിട്ട് വൈകാരിക ബന്ധമുള്ള സ്ഥലമാണ് തൃശ്ശൂർ. അതുകൊണ്ട് മുരളീധരനെ കൊണ്ടുവരുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഇതേ കരുണാകരൻ, മുരളീധരനല്ല, K കരുണാകരൻ 57-ൽ തൃശ്ശൂർ മത്സരിച്ച് തോറ്റുപോയതാണ്. 60-ൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് പോലും കിട്ടിയില്ല. പിന്നെ അദ്ദേഹം മാളയിൽ നിന്ന് മാത്രം ജയിച്ചത്. പിന്നീട് അദ്ദേഹം തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റിൽ മത്സരിച്ചു. 96-ൽ അദ്ദേഹം തോറ്റുപോയി. 98-ൽ ഈ K മുരളീധരനെതിരെ തൃശ്ശൂർ മത്സരിച്ച് തോറ്റുപോയി. K മുരളീധരൻ വടക്കാഞ്ചേരിയിൽ മത്സരിച്ച കണക്കാക്കണ്ട. വടക്കാഞ്ചേരി തൃശ്ശൂർ ജില്ലയുടെ അങ്ങേയറ്റമാണ്. അതിപ്പോൾ അന്നും ഇപ്പോഴും, അന്ന് ഒറ്റപ്പാലം മണ്ഡലത്തിലായിരുന്നു, ഇപ്പോൾ ആലത്തൂർ മണ്ഡലത്തിലാണ്. ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് ഇതേ പത്മജ വേണുഗോപാൽ 2 തവണ തൃശ്ശൂർ അസംബ്ലിക്ക് മത്സരിച്ച് തോറ്റുപോയതാണ്. തൃശ്ശൂർ കോൺഗ്രസിൻ്റെ കുത്തക സീറ്റാണ് തൃശ്ശൂർ അസംബ്ലി മണ്ഡലം, അവിടെ തോറ്റു. ഇനി കരുണാകരനും മുരളീധരനും മത്സരിച്ച് തോറ്റ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലമല്ല ഇപ്പോഴത്തെ മണ്ഡലം. അന്ന് മൂന്നപുരത്തിൻ്റെ ഭാഗമായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ കൂടുതലുള്ള ഇരിങ്ങാലക്കുട കൂടി ഇപ്പോൾ തൃശ്ശൂർക്ക് വന്നിരിക്കുകയാണ്. മധ്യ കേരളത്തിൽ LDFന് അല്പം മേൽക്കൈയുള്ളൊരു മണ്ഡലമാണ് തൃശ്ശൂർ. ചാലക്കുടിയോളം കോൺഗ്രസ് സ്വഭാവം തൃശ്ശൂരിനില്ല. തൃശ്ശൂരിന് LDFന് മേൽക്കൈയുള്ള മണ്ഡലമാണ്, ഇരിങ്ങാലക്കുട വന്നതിന് ശേഷം പ്രത്യേകിച്ചു. അങ്ങനെ ഒരു സാഹചര്യം മാത്രമല്ല. ഇപ്പോഴത്തെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എടുക്കും, അവിടെ കോൺഗ്രസിന് ഒറ്റ MLA പോലും ഇല്ല. ലീഡറുടെ തട്ടക വരുന്നതൊക്കെ പറയാം, അതൊക്കെ പണ്ട് കാലത്താണ്. അച്ഛൻ ആനപ്പുറത്ത് കയറിയെന്ന് വെച്ച് മുരളീധരന് തണുപ്പുണ്ടാവില്ലല്ലോ. മാത്രമല്ല കോൺഗ്രസ് സംഘടന തകർന്ന് തരിപ്പണമായില്ലേ. അതല്ലേ PC ചാക്കോയുടെ ലാസ്റ്റിംഗ് കോൺട്രിബ്യൂഷൻ. കോൺഗ്രസ് പാർട്ടിക്ക് PC ചാക്കോയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താ? തൃശ്ശൂരെ
തൃശ്ശൂർ DCC എന്ന് പറഞ്ഞ സംഗതിയെ തകർത്ത് തരിപ്പണമാക്കി. അതൊക്കെ പറയാൻ തുടങ്ങിയാൽ തീരൂല. തൃശ്ശൂരെ കോൺഗ്രസിനെ നിർജ്ജീവമാക്കിയതിൽ ചാക്കോ വഹിച്ച പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മറ്റോ വേണമെങ്കിൽ ഗവേഷണം നടത്തിയാൽ ഡോക്ടറേറ്റ് കിട്ടും. അത്ര ഗംഭീരമായ പെർഫോമൻസാണ് ചാക്കോ നടത്തിയത്. അങ്ങനെ ചാക്കോയെ കൊണ്ട് ചെയ്യാവുന്ന ദ്രോഹം ചെയ്തിട്ടാണ് പുള്ളി പോയത്. അദ്ദേഹം ഇപ്പോൾ NCPയിൽ ഇരിക്കുകയാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള തൃശ്ശൂരാണ് പാവം മുരളീധരനെ കൊടുത്ത് കൊലക്ക് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ പത്മജ BJPയിലേക്ക് പോയതിൻ്റെ പ്രതികാരമാണ് മുരളീധരനോട് ചെയ്തത് എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. അതാണ് എനിക്ക് ഇപ്പോൾ ശ്രീ M. ജയചന്ദ്രൻ കൂടി നമ്മുടെ ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ BJPയെ സംബന്ധിച്ച് പത്മജ വേണുഗോപാലിനെ കിട്ടുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കെ കരുണാകരൻ്റെ ലെഗസി കൂടി അവർ ഞങ്ങളുടേതാക്കും എന്നൊരു പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. യഥാർത്ഥത്തിൽ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുന്നത് കൊണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് കിട്ടുക CPM-നാണല്ലോ. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണ് എന്ന തരത്തിലുള്ള ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യാനും അത് കൂടുതൽ ഉറക്കെ പറയാനും ഒക്കെ തുടങ്ങിയാൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഡൈനാമിക്സിനെ ബാധിക്കും. നമുക്കറിയാം, കഴിഞ്ഞ തവണ ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ കൺസോൾട്ടേഷൻ ഉണ്ടായതാണ് UDF-ന്റെ വമ്പൻ വിജയത്തിന് കാരണം. അപ്പോൾ അതിൻ്റെ ഒരു കൗണ്ടർ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ അവർ നിശ്ചയമായും ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം മുന്നിൽ കണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്വിസ്റ്റിലേക്ക് UDF പോകുന്നത്. കെ മുരളീധരൻ തന്നെ ഇതാ പട നയിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുന്നത്. BJP ഒരു പ്രധാനപ്പെട്ട കണ്ടന്ററാണ് തൃശ്ശൂരിൽ. അതുകൊണ്ട് കെ മുരളീധരൻ ചെന്നിട്ട് സുരേഷ് ഗോപിയെ തോപ്പിക്കുമെന്ന് പറയുന്നത് കേവലം ഒരു സീറ്റിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ഞങ്ങൾ ഇതിനെ ഫൈറ്റ് ചെയ്യുകയാണ്, ഞങ്ങൾ അചഞ്ചലമായി മുന്നോട്ട് പോവുകയാണ് എന്ന് സ്ഥാപിക്കാൻ കൂടിയാണ്. നമുക്കറിയാം, കെ മുരളീധരൻ മുമ്പും രാജഗോപാലൻ നേമത്ത് മത്സരിച്ചപ്പോൾ മുരളീധരനെയാണ് കോൺഗ്രസ് പരീക്ഷിച്ചത്. അപ്പോൾ അതൊരു ശരിയായ നിലയ്ക്കുള്ള രാഷ്ട്രീയ നീക്കമായി താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഗ്രൗണ്ട് നഷ്ടപ്പെടാതിരിക്കാനുള്ള നല്ല സ്ട്രാറ്റജിയായി കാണുന്നുണ്ടോ? അഭിലാഷ്, ഈ പ്രശ്നത്തിൽ, നമ്മുടെ ഈ ചർച്ചാ വിഷയത്തിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ കൃത്യമായി തൃശ്ശൂരിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ആലപ്പുഴയുടെ KC വേണുഗോപാലിൻ്റെ വിഷയം ഒന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. ഈ ആലപ്പുഴയിൽ KC വേണുഗോപാൽ വരുമെന്നാണല്ലോ ഇപ്പോഴത്തെ ചർച്ചകളിൽ പ്രധാനപ്പെട്ട എല്ലാ ചർച്ചകളും പറയുന്നത്. അവിടെ ഒരു പ്രശ്നമുള്ളത് 2009-ലും 2014-ലുമാണ് ആലപ്പുഴയിൽ നിന്ന് KC വേണുഗോപാൽ വിജയിച്ചപ്പോൾ പിന്നെ ഈ 2 ഇലക്ഷനിലും വേണുഗോപാലിന് കിട്ടിയത് BJP വോട്ടുകളായിരുന്നു പ്രധാനമായിട്ടും. 2009-ലെ ഇലക്ഷനിൽ ഏതാണ്ട് 10,000 വോട്ടാണ് BJP സ്ഥാനാർത്ഥി നേടിയതെങ്കിൽ 2014-ൽ പ്രൊഫസർ AV താമരാക്ഷൻ മത്സരിച്ചപ്പോൾ അദ്ദേഹം 40,000-ഓളം വോട്ടുകൾ സമാഹരിച്ചു. എന്നാൽ 2019-ലെ തെരഞ്ഞെടുപ്പിൽ മുൻ PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ 1,87,000 വോട്ടാണ് പിടിച്ചത്. അവിടേക്ക് ഇത്തവണ ഈ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ 2 ലക്ഷത്തിന് മുകളിൽ വോട്ട് പിടിക്കുമെന്നാണ് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലത്തിൽ BJPയുടെ വോട്ടുകളൊന്നും ഒറ്റ വോട്ട് പോലും പാഴാവാതെ BJPയുടെ പെട്ടിയിൽ തന്നെ കിട്ടും എന്ന ഉറപ്പുള്ള ഈ ഇലക്ഷനിൽ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ ശേഷിയുള്ള നേതാവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആലപ്പുഴയിൽ 2 ലക്ഷത്തിന് മുകളിൽ വോട്ട് അവർ സമാഹരിക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. നോക്കൂ, കഴിഞ്ഞ തവണ അവർ 2 ലക്ഷത്തിന് മുകളിൽ വോട്ട് പിടിച്ചത് ആറ്റിങ്ങലിലായിരുന്നു. അപ്പോൾ തോറ്റുപോയത് CPM ആണ്. അപ്പോൾ BJPക്ക് പോകുന്ന എല്ലാ വോട്ടും UDF-ൽ നിന്നേ പോകുന്ന നിർബന്ധമൊന്നുമില്ലല്ലോ. ഇല്ല, അത് കഴിഞ്ഞ തവണത്തെ ആ കാൽക്കുലേഷൻ വെച്ച് ഇത്തവണ കണക്കാക്കാൻ കഴിയുമോ എന്നുള്ളത് ഞാൻ അഭിലാഷിനോട് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം നമ്മൾ മുൻകാല പരിഗണനകൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കണക്ക് പറയുകയാണെങ്കിൽ 2019-ലെ തെരഞ്ഞെടുപ്പിനേക്കാൾ 2021-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, അതായത് 2019-ലെ പാർലമെൻറ്റ് ഇലക്ഷനേക്കാൾ 2021-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDF-ന് കേരളത്തിൽ കിട്ടിയ എത്ര വോട്ട് അധികമെന്നറിയുമോ? 23,33,000 സംതിങ് ആണ്. 23,33,755 വോട്ട് കൃത്യമായി പറഞ്ഞാൽ 2019-നേക്കാൾ 2021-ൽ കിട്ടിയത്. അപ്പോൾ താരതമ്യം അങ്ങനെയും നടത്താം. ഞാൻ അതിലേക്കല്ല വരുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് KC വേണുഗോപാൽ ആണല്ലോ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ആൾ കേരളത്തിൽ മത്സരിക്കാൻ വരുന്നത്. പിന്നെ മുരളീധരനെ തോൽപ്പിക്കാനാണ് തൃശ്ശൂരേക്ക് കൊണ്ടുവരുന്നത് എന്നതാണ് ഏറ്റവും ശരിയായ ഒരു യുക്തിയെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ അനിയത്തി അവിടെയുണ്ട്, ചേട്ടൻ അവിടെയുണ്ട്. നമ്മുടെ ജയശങ്കർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇടത് സ്വഭാവമുള്ള മണ്ഡലമാണ് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം. അത് പിന്നെ വലത് സ്വഭാവമുള്ള UDF പക്ഷപാതിത്വമുള്ളൊരു മണ്ഡലമായിട്ട് കാണാൻ ഇപ്പോൾ കഴിയില്ല. ആ മണ്ഡലത്തിൽ അവിടുന്ന് വടകരയിൽ നിന്ന് മുരളീധരൻ പോരുന്നത് തന്നെ കാരണമായിട്ട് വടകരയുള്ളവർ, കോഴിക്കോടുള്ളവർ, മാധ്യമപ്രവർത്തകരടക്കം പറയുന്നത് മുരളീധരന് വടകരയോട് പഴയ പോലുള്ള പ്രതിപത്തി ഇപ്പോഴും ഇല്ല, പല കാരണങ്ങൾ കൊണ്ടും. ആ കാരണങ്ങളോട് ചർച്ചയ്ക്ക് എടുക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല.
അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോഴേക്ക്, ഇത്തരത്തിലൊരു സാധ്യത വന്നപ്പോഴേക്ക് സ്വാഭാവികമായും മുരളീധരൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മുരളീധരനേക്കാളും വളരെ 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 കൂടുതൽ പത്മജയെ നോവിച്ചിട്ടുണ്ടെന്ന് പത്മജ ക്യാമ്പ് വിലയിരുത്തുന്ന ആളാണ് KC വേണുഗോപാൽ. അപ്പോൾ തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത ആലപ്പുഴയിൽ ശോഭയ്ക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്താനാണ് പത്മജയെ അവർ ഉപയോഗിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു സാധ്യതയായിട്ട് ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ. ഏതായാലും KC വേണുഗോപാൽ ആലപ്പുഴയ്ക്കാണ് വരുന്നതെങ്കിൽ ഒട്ടും ഭദ്രമല്ല ആ നിലയെന്നുള്ളത് പ്രധാനമാണ്. ശരി. അല്ല, KC വേണുഗോപാലിനെ തോൽപ്പിക്കാൻ BJPക്ക് ഒരു സവിശേഷ താല്പര്യം ഉണ്ടാവുമല്ലോ. കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്, ദേശീയ തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ശ്രീ P. കൃഷ്ണദാസ്, ഇവിടെ ഇപ്പോൾ BJP നടത്തിയ ഒരു വലയിട്ട് പിടുത്തമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഈ നിലയ്ക്കങ്ങ് ഉലച്ചു കളഞ്ഞിരിക്കുന്നത്. നേരത്തെ സ്ഥാനാർത്ഥിമാരെയൊക്കെ ഏകദേശം ധാരണയിലെത്തി അവരുടെ പ്രചരണം തുടങ്ങിയതിന് ശേഷം വടകരയും തൃശ്ശൂരും ഒക്കെ മാറുന്നത് നമ്മൾ കണ്ടു. കൂടുതൽ മാറ്റം ഉണ്ടാകുമോ എന്നറിയില്ല. ഇല്ല എന്നാണ് നമുക്കിപ്പോഴുള്ള വിവരം. BJP ഇതുവഴി ലക്ഷ്യം വെക്കുന്നത് എന്താണ്? BJPയെ സംബന്ധിച്ച് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വിജയപ്രതീക്ഷയുള്ളത് 1-2 സീറ്റുകൾ മാത്രമാണ്. അതിനപ്പുറത്ത് കൂടുതൽ വോട്ട് സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യം സ്വാഭാവികമായി ഉണ്ടാവും. എല്ലാ പാർട്ടികളും അങ്ങനെയാണല്ലോ. ഈ പുതിയ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് അഡീഷണലായി എന്തെങ്കിലും കിട്ടാനുണ്ടോ? അഭിലാഷ്, ഇന്നലെ രാത്രി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും എല്ലാം പറഞ്ഞത് വലിയ ട്വിസ്റ്റ് നടക്കാൻ പോകുന്നു, വലിയ തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയനത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു കോൺഗ്രസിൽ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പുറത്തു വരുന്ന വാർത്തകളാണ് മനസ്സിലാക്കുന്നതെങ്കിൽ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനാർത്ഥിയും കേരളത്തിൽ കോൺഗ്രസിന് വരാൻ വേണ്ടി പോകുന്നില്ല. 1-2 സ്ഥാനാർത്ഥികളുടെ മണ്ഡലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പുതുമുഖ സ്ഥാനാർത്ഥി, ഏതെങ്കിലും ഒരു യുവനേതാവായി പുതുതായി വന്നിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നതായി നമ്മൾ വാർത്തകളിൽ കാണുന്നില്ല. ഇനി അവർ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടെങ്കിൽ അത് അവരുടെ പ്രഖ്യാപനത്തിന് ശേഷം നമുക്ക് ചർച്ചയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം, കേരളത്തിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ വരികയും പ്രധാനപ്പെട്ട സീറ്റുകളിലെല്ലാം സ്ഥാനാർത്ഥികൾ വരികയും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് വലിയ അങ്കലാപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. എത്രയോ ദിവസങ്ങളായി അവർ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുന്നു. അവരുടെ നിലവിലുള്ള MP-മാർ അവിടെ തന്നെ മത്സരിക്കുമെന്ന് പറയുന്നു. പക്ഷേ ഇന്നലെയും ഇന്നുമെല്ലാമായി നടക്കുന്ന ചർച്ചകളും ഇപ്പോൾ വൈകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന കാരണവുമെല്ലാം സൂചിപ്പിക്കുന്നത് ശ്രീമതി പത്മജ വേണുഗോപാൽ കോൺഗ്രസിലേക്ക് വന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് കേരളത്തിൽ BJPക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ രാഷ്ട്രീയ പിന്തുണ, അതോടൊപ്പം തന്നെ ജനങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത, അത് കോൺഗ്രസിനെ വല്ലാത്ത അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 19 സീറ്റ് ലഭിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് ഈ തവണ കോൺഗ്രസിന് ഒരു 2 അക്കത്തിലേക്ക് അവരുടെ MP-മാരെ എത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം അവർക്ക് സംശയമായി മാറിയിരിക്കുന്നു. പ്രധാനപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ്സുകാർ മത്സരിക്കാൻ വിമുഖത കാണിക്കുന്നു എന്നുള്ള സാഹചര്യമാണ് നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. ഇപ്പോൾ വടകരയിലെ സീറ്റിനെ സംബന്ധിച്ചാണെങ്കിലും മറ്റ് പല മണ്ഡലങ്ങളെ സംബന്ധിച്ചാണെങ്കിലും MP-മാർ അവിടേക്ക് വീണ്ടും മത്സരിക്കാൻ വിമുഖത കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ പരാജയ ഭീതി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ BJPയെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വന്നതിന് ശേഷം നേരത്തെ എല്ലാം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു പൊതുധാരണ ജനങ്ങൾക്കിടയിലും അതോടൊപ്പം തന്നെ വോട്ടർമാർക്കിടയിലും വന്നിരിക്കുന്നു. അത് സ്വാഭാവികമായും BJPക്ക് അനുകൂലമാകും. പത്മജയെ പോലുള്ള ഒരാൾ കേരളത്തിൽ BJPയോടൊപ്പം വരുന്നു, കോൺഗ്രസിന് ഉപേക്ഷിച്ച് വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യമുണ്ട്. എന്താണ് അവർ ഇന്നലെ സൂചിപ്പിച്ചത്? കോൺഗ്രസിന് ഒരു നേതൃത്വപരമായിട്ടുള്ള കഴിവുള്ള ആളുകൾ, നേതൃത്വം നൽകാൻ കഴിയുന്ന നേതൃത്വത്തിൻ്റെ കഴിവുകേട് എന്നുള്ളത് അവർ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി കേരളത്തിൽ ആരാണ്? ശ്രീ രാഹുൽ ഗാന്ധിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2019 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ വരാൻ പോകുന്ന പെട്ടെന്ന് ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കുന്ന ആളുകൾ പല കാരണം പറയുമെന്നല്ലാതെ നോക്കൂ, ഈ 2 ദിവസം മുമ്പ് പത്മജ വേണുഗോപാൽ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ ഗാന്ധിയെ വാഴ്ത്തുന്നതാണ്. നരേന്ദ്രമോദിയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ കഴിഞ്ഞ ആഴ്ച അവരിട്ടിട്ടുണ്ട്. പ്രതാപന്റെ സ്നേഹ സന്ദേശ യാത്രയിൽ നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് ഫാസിസം വരുന്നത് തടയണമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് അവർ നേരെ ഫ്ലൈറ്റ് കയറി ഡൽഹി പോയിട്ട് BJP ആയി വന്നത്. അപ്പോൾ നേതൃത്വമില്ലായ്മ എന്ന വൈഷമ്യം കൊണ്ട് കുറേ നാൾ ആ തരത്തിൽ പ്രയാസപ്പെട്ടെന്തോ BJPയിൽ ചേർന്നതാണെന്ന് വിചാരിക്കേണ്ട. പെട്ടെന്നൊരു ഓഫർ കിട്ടുമ്പോൾ ചാടി പിടിക്കുന്നു, അതിനെന്തെങ്കിലുമൊക്കെ ന്യായം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അഭിലാഷ്, ഞാനത് ഒരു കാര്യമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ ഉണ്ടായിരുന്നൊരു രാഷ്ട്രീയ സാഹചര്യമാണോ ദേശീയ തലത്തിൽ ഇന്ന് നിലനിൽക്കുന്നത്? 2019 രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള വലിയ പ്രചരണം, അതിന് ഇടതുപക്ഷം കൊടുത്തിട്ടുള്ള വലിയ പിന്തുണ, ഇപ്പോൾ ഇടതുപക്ഷം ആ തരത്തിലൊരു പിന്തുണ നൽകുന്നുണ്ടോ കോൺഗ്രസിന്? അതുണ്ടോ എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു വിഷയമുള്ളത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യ മുന്നണി എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്നുള്ള നിലക്ക് അവർ ദേശീയ തലത്തിൽ ഉരുത്തിരിച്ചു കൊണ്ടുവരാൻ പോകുന്ന BJP വിരുദ്ധമായിട്ടൊരു മുന്നണി, ആ മുന്നണി ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് കുറച്ചുകൂടി കേരളത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിനുശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിലേക്ക് പോകാം. എനിക്ക് വടകരയിൽ ഷാഫി പറമ്പിൽ എന്നുള്ളത് തന്നെ ഉറപ്പിക്കാം. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇപ്പോൾ വടകര എന്ന് പറഞ്ഞാൽ വളരെ രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു മണ്ഡലമാണ്. മുരളീധരൻ മലബാറിൽ രാഷ്ട്രീയ പ്രവർത്തനം നന്നായി നടത്തിയിട്ടുള്ള ആളാണ്. പക്ഷേ ഷാഫിക്ക് അങ്ങനെ വടക്കേ മലബാറിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ചരിത്രമില്ല. അദ്ദേഹം KSU നേതാവായിരിക്കെ പാലക്കാട് MLA ആയി, തുടർന്ന് അവിടെ MLA ആയി വരുന്ന ആളാണ്. യഥാർത്ഥത്തിൽ അവിടെ ശൈലജ ടീച്ചറെ പോലെയുള്ള ഒരു നേതാവിനെതിരെ വടകര പോലത്തെ ഒരു മണ്ഡലത്തിൽ ഷാഫിയെ മത്സരിക്കാൻ വേണ്ടി നിയോഗിക്കുമ്പോൾ താങ്ങാൻ പറ്റാത്ത ഭാരമാണോ കൊടുക്കുന്നത്? അല്ല, ഷാഫിയെ സംബന്ധിച്ച് ഷാഫി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്. കേരളം മുഴുവൻ സഞ്ചരിച്ച് യുവാക്കളെ സംഘടിപ്പിക്കുന്ന ഏറ്റവും ഭംഗിയായി അത് ചെയ്തിട്ടുള്ള ഒരാളാണ്. MLA ആണ്. വടകരയുമായി ഉള്ള ബന്ധമെന്ന് പറയുന്നത്, ഞാൻ പറയട്ടെ, ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിക്കുന്ന ശൈലജയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് പ്രത്യേകതയുള്ളത്? ഇത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലല്ലേ മത്സരിക്കുന്നത്, വ്യക്തികൾ തമ്മിലല്ലല്ലോ. എന്താണ് കോൺഗ്രസ് മുൻനിർത്തുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് കോൺഗ്രസിന് പറയാനുള്ളത്? എന്താണ് ഇന്ത്യ മുന്നണിക്ക് പറയാനുള്ളത്? എന്താണ് BJP പറയുന്നത്? ഇതാണല്ലോ ഇവിടെ ചർച്ചയാവേണ്ടത്. അവിടെ ശൈലജ എന്ന് പറയുന്ന ഈ വ്യക്തി, ശൈലജ മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയ അഴിമതികളും കോവിഡ് സമയത്ത് നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളും ഒക്കെ അവിടെ നിൽക്കുകയാണ്. അതിലൊക്കെ ഉപരിയായിട്ട് TP ചന്ദ്രശേഖരന്റെ വധം, അതിൻ്റെ വിധി, അതുമായി ബന്ധപ്പെട്ട കോടതി വിധികൾ, അതൊക്കെ നിലനിൽക്കുകയാണ് ഇപ്പോഴും. അതൊക്കെയാണല്ലോ അവിടെ ചർച്ചയാകേണ്ടതായിട്ടുള്ളത്. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയമല്ലേ. അതിനുപരിയായിട്ട് ഷാഫിയെ പോലെ ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ ഒരു സ്ഥാനാർത്ഥി വടകരയിൽ വരുന്നത് ഏതുകൊണ്ടും നല്ലതാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവരൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ ചില സ്ട്രാറ്റജികൾ ഉണ്ടാകും, ചില കാരണങ്ങളുണ്ടാകും. ആ കാരണങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞത് കോൺഗ്രസിന് വിട്ടു നൽകുക. ഞങ്ങൾക്ക് തീരുമാനിക്കാനുള്ള എന്ത് കാരണം കൊണ്ട് ഒരാളെ മാറ്റുന്നു, എന്ത് കാരണം കൊണ്ട് ഒരാളെ വെക്കുന്നു, അതിന് പാർട്ടിക്കൊരു ന്യായീകരണവും ഒരു തീരുമാനവും ഉണ്ടാകും. അത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിയുടെ ഉള്ളിൽ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും കോൺഗ്രസിന് നൽകുന്നത് നല്ലതാണ്. ഇപ്പോൾ BJPയുടെ പ്രതിനിധി ഇവിടെ ഇരുന്ന് നിരവധി കാര്യങ്ങൾ പറയുന്നത് കേട്ടു. പത്മജയെ പറ്റി, പത്മജ പാർട്ടിയിലേക്ക് വന്നതുകൊണ്ട് എന്തോ വലിയ മഹാസംഭവമാണ് നടന്നത്. ഇപ്പോൾ നമ്മൾ ആ വീഡിയോയിലൂടെയൊക്കെ കാണുന്നത് പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് പിന്നെ BJPയുടെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായിരുന്നു പത്മജ കോൺഗ്രസിലുള്ളപ്പോൾ ചെയ്തിരുന്നതെന്നും ഏത് തരത്തിലായിരുന്നു അവരുടെ പ്രവർത്തനമെന്നും ഒക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, K കരുണാകരൻ്റെ ലെഗസി എന്ന് പറയുന്നത് ഒരിക്കലും പത്മജയ്ക്ക് ഇനി ഇപ്പോൾ അവകാശപ്പെടാൻ കഴിയില്ല. കാരണം K കരുണാകരൻ്റെ ലെഗസി എന്ന് പറയുന്നത് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയായിരുന്നു. മതേതരത്വം എന്ന് പറയുന്നത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയ ആശയമായിരുന്നു. K കരുണാകരന്റെ ലെഗസി പത്മജ BJPയിലേക്ക് പോയാൽ BJPയിലേക്ക് ട്രാൻസ്ഫർ ആവുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ നേതാക്കൾ വളരെ വൾണറബിൾ ആണ്. BJP ഒരു ചൂണ്ട ഇട്ട് കൊടുത്താൽ അവർ കൊത്തും. ഇന്ന് കോൺഗ്രസ് ആയിരിക്കുന്ന ആരും നാളെ കോൺഗ്രസ് ആകാമെന്നൊരു പ്രതീതി വരും. ഫാസിസത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രതാപന്റെ റാലിയിൽ വിദ്വേഷത്തിനെതിരെ പങ്കെടുത്ത പത്മജയാണ് 2 ദിവസം കഴിഞ്ഞ് BJPയിൽ ചേരുന്നത്. അപ്പോൾ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന നറേറ്റീവ് നിങ്ങൾക്ക് വലിയ തോതിൽ തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് രാഷ്ട്രീയമായ തിരിച്ചടി. അല്ലാതെ പത്മജ പോയതുകൊണ്ട് കുറെ വോട്ട് വേറെ എവിടേക്കും പോകാനുള്ള സാധ്യത ഞാനും കാണുന്നില്ല. അഭിലാഷേ, ആ നറേറ്റീവ് ഒക്കെ ഉണ്ടാക്കുന്ന നവമാധ്യമങ്ങളും ചില മാധ്യമങ്ങളും ഒക്കെ കൂടിയാണ്. അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 70കളിൽ 50 MPമാരും 700-ലധികം MLAമാരും ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു CPM. മഹാരാഷ്ട്രയിൽ, പഞ്ചാബിൽ, രാജസ്ഥാനിൽ, UPയിൽ വരെ MPമാരും MLAമാരും ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ബംഗാൾ അടക്കി 33 വർഷത്തിലധികം വാണിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് അവരെവിടെയാണ്? 0.3% മാത്രം വോട്ട് ഷെയർ ഉള്ള ഒരു ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയില്ലേ? ഈ ഒരു അവർക്കിനി പിടിച്ചു നിൽക്കണമെങ്കിൽ തന്നെ എത്ര പാടുപെടേണ്ടതായിട്ട് വരുമാ? എവിടെയാണുള്ളത്? കേരളത്തിൽ മാത്രമല്ലേ ഉള്ളത്? ഇവരൊക്കെ എങ്ങോട്ടാണ് പോയത്? ഇവരെല്ലാവരും കൂട്ടത്തോടെ പലായനം ചെയ്തു പോയത് BJPയിലേക്കാണ്. ഏറ്റവും അധികം ആളുകൾ BJPയിലേക്ക് പോയിരിക്കുന്നത് CPMൽ നിന്നാണ്. അപ്പം നറേറ്റീവ് ഉണ്ടാക്കാൻ
പോകാനാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ narrative എന്ന് മാത്രമൊക്കെ പറയുന്നത്. ആളുകൾ CPM-ൽ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ കേരളത്തിൽ സംശയം. മുതൽ ഏതായാലും PC എനിക്കൊരു തോമസ് ഇടവേള അത്യാവശ്യമാണ്. വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാവുന്നത് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ആയിരിക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യം. ഇവിടെ നമുക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക കാത്തിരിക്കുക തന്നെയാണ് നമ്മൾ. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വടകരയുടെ കാര്യമാണ് ഇനി ചർച്ച ചെയ്യുക. അഡ്വക്കേറ്റ് ജയശങ്കർ, CPM-ന് പുറത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള CPM നേതാവ് കെ ശൈലജ ടീച്ചറായിരിക്കും. അവർക്ക് ആ ഒരു ജനകീയതയുടെ പരിവേഷമുണ്ട്. ഇത്തവണ വടകര തിരിച്ചുപിടിക്കാൻ, പ്രത്യേകിച്ച് പഴയ ഇടതുപക്ഷ കേന്ദ്രമായ വടകര തിരിച്ചുപിടിക്കാൻ അവരെ നിയോഗിച്ചിരിക്കുന്നു. അവിടെ ഷാഫി പറമ്പിൽ ഒരു ആപ്റ്റ് കാൻഡിഡേറ്റ് ആണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കോൺഗ്രസിനെ സംബന്ധിച്ച് ന്യൂനപക്ഷ പ്രാതിനിധ്യം ഇല്ല അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ, മുസ്ലിം പ്രാതിനിധ്യം ഇല്ല എന്ന കാര്യം അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതിലുപരി ഷാഫിക്ക് ഒരു പാൻ കേരള ഇമേജ് ഉണ്ട്. ഒപ്പം ഈ മണ്ഡലത്തിലെ തലശ്ശേരി, പേരാമ്പ്ര, കുറ്റ്യാടി മേഖലയിലൊക്കെ വലിയ തോതിലുള്ള ന്യൂനപക്ഷ വോട്ടുകളുമുണ്ട്. ഇതെല്ലാം കൂടി ലക്ഷ്യം വെച്ച് ഷാഫി എന്ന പരീക്ഷണം വിജയം കാണാൻ സാധ്യതയുണ്ടോ? കേരളത്തിൽ തന്നെ ഏറ്റവും അധികം CPM-കാരുള്ള, ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള മണ്ഡലമാണ് വടകര. ഇടതുപക്ഷ മുന്നണിയുടെ ഒന്നാമത്തെ സീറ്റ് ഏതെന്ന് വെച്ചാൽ വടകര എന്ന് ഞാൻ പറയും. രണ്ടാമത്തെ കോഴിക്കോട്, അത് കഴിഞ്ഞ് കാസർഗോഡ്, അത് കഴിഞ്ഞ് പാലക്കാട്, അത് കഴിഞ്ഞ് ആലത്തൂർ, പിന്നെ ആറ്റിങ്ങൽ, കൊല്ലം. ഈ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ UDF-ൻ്റെ MP മാരാണ് ഉള്ളത് എന്ന വേറെ കാര്യമാണ്. മധ്യ കേരളത്തിൽ തൃശ്ശൂർ, ഇത്ര സീറ്റുകളോ. അപ്പോൾ തൃശ്ശൂരൊക്കെ വളരെ മാർജിനിലാണ്, ചെറിയ ഒരു എഡ്ജ് മാത്രം. ഏറ്റവും അധികം CPM-കാരുള്ള, ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള മണ്ഡലമാണ് ഈ വടകര. അവിടെ സാധാരണ രീതിയിൽ CPM സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പറ്റുകയില്ല. KP ഉണ്ണികൃഷ്ണൻ LDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്രയോ തവണ ജയിച്ചതാണ്. ഇല്ല, 91-ലെ വലിയ തരംഗത്തേക്ക് അതിജീവിച്ചാണ്, 84-ലെ തരംഗത്തെ അതിജീവിച്ചാണ്. അങ്ങനത്തെ ഒരു മണ്ഡലമാണ് വടകര. വടകരയിൽ സമീപകാലത്തായിട്ട് സംഭവിച്ചുകൊണ്ട് ഈ CPM-കാർ മാത്രമല്ല, വിമത CPM-കാരുമുണ്ട്. ഈ TP ചന്ദ്രശേഖരൻ്റെ പാർട്ടിക്കാരും അതുപോലെയുള്ള ആളുകൾ. ഇത് ഒറ്റ നോട്ടത്തിൽ അത്ര വലിയ രാഷ്ട്രീയ ശക്തിയൊന്നുമല്ലെങ്കിലും അവർക്ക് അവരുടേതായ പോക്കറ്റുകളുണ്ട് എന്ന് മാത്രമല്ല, ഈ ഒരു വികാരം പാർട്ടിക്കകത്ത് നിൽക്കുന്ന പാർട്ടിക്കാരിൽ തന്നെയും ഉണ്ട്. പ്രത്യേകിച്ച് TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് ഈ സമീപ ദിവസം ഉണ്ടായ കോടതി വിധി, ഇതൊക്കെ ഇടതുപക്ഷത്തിന് വളരെ ദോഷകരമായിട്ട് ഭാവിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മുരളീധരൻ അതൊക്കെ കൂടി കണക്കാക്കിയിട്ട് വളരെ ശക്തമായൊരു സ്റ്റാൻഡിലാണ് നിന്നിരുന്നത്. പെട്ടെന്ന് അദ്ദേഹത്തെ മാറ്റുന്നതുകൊണ്ട് UDF-ലുള്ളൊരു ആശയക്കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഷാഫി പറമ്പിൽ ഒന്നാന്തര സ്ഥാനാർത്ഥിയാണ്. കേരളത്തിലെ ഒരുമാതിരി ഏത് മണ്ഡലത്തിലും അദ്ദേഹത്തെ പരീക്ഷിക്കാവുന്നതാണ്. അദ്ദേഹത്തെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കാം, അദ്ദേഹത്തെ പാലക്കാട്ട് വേണമെങ്കിൽ നിർത്താം. അതല്ല, ഈ കാസർഗോഡ് പോലും നമുക്ക് ധൈര്യമായിട്ട് പരീക്ഷിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഷാഫി. സിദ്ദിഖായിരുന്നെങ്കിൽ അത്ര തന്നെ ഫലിക്കുകയില്ല. കാരണം സിദ്ദിഖിനോട് 5 കൊല്ലം മുമ്പ് ഇതേ വടകര സീറ്റിൽ മത്സരിക്കാൻ പറഞ്ഞപ്പോൾ അന്ന് കോഴിക്കോട് DCC പ്രസിഡൻ്റാണ് അദ്ദേഹം. എന്നിട്ട് പോലും അദ്ദേഹം കൂട്ടാക്കിയില്ല. കാരണം സിദ്ദിഖിനെ അറിയാം മണ്ഡലത്തിൻ്റെ സവിശേഷത അങ്ങനെയാണ്. ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ മുസ്ലിം ജനസംഖ്യ ഉള്ള മണ്ഡലം കൂടിയാണ്. മാത്രമല്ല, AN ഷംസീർ ഒരിക്കൽ LDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ഒഴിച്ചാൽ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ഒരിക്കലും വടകരയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു സവിശേഷ സാഹചര്യം കൂടി ഷാഫിക്ക് ഗുണകരമാകും. ഷാഫി പാലക്കാട്ടുകാരനാണെങ്കിലും കേരളത്തിൽ എല്ലായിടത്തും സുപരിചിതനാണ്, ഒരു പ്രക്ഷോഭകാരിയാണ്, ചെറുപ്പക്കാരനാണ്, നല്ല പ്രതിച്ഛായയുള്ള ആളാണ്. തീർച്ചയായിട്ടും ശൈലജ ടീച്ചർക്ക് ഒത്ത എതിരാളി തന്നെയാണ്. വലിയ മത്സരമാണ് വടകരയിൽ നടക്കാൻ പോകുന്നത്, യാതൊരു സംശയമില്ല. ശൈലജ ടീച്ചറെ ജയിപ്പിക്കാനായിട്ട് CPM-കാരെ എല്ലാ പദ്ധതികളും പറ്റും. ടീച്ചറുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, ടീച്ചറെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് കെട്ടിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളുകൾ പാർട്ടിക്കകത്ത് ധാരാളം ഉള്ളതുകൊണ്ട് അവർ ജയിപ്പിക്കാനായിരിക്കും പാർട്ടിയുടെ ഭാഗത്ത് വലിയ ശ്രമം ഉണ്ടാവുക എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും വടകരയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു ഗ്ലാമർ പോരാട്ടം വടകരയിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഷാഫി പറമ്പിൽ സമ്മതം മൂളിക്കഴിഞ്ഞു. എന്തായാലും ഷാഫി വേഴ്സസ് ശൈലജ ടീച്ചർ എന്നുള്ളതാണ് വടകരയുടെ ചിത്രം. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ ജയചന്ദ്രൻ, CPM-ൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, MLA-മാർ, മന്ത്രി, ഇങ്ങനെ വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കളുടെ പട്ടിക കണ്ടപ്പോൾ നമ്മൾ ആകെ പ്രതീക്ഷിച്ചിട്ടുള്ളത് വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു. ഇത്തവണ എങ്ങനെയെങ്കിലും കുറച്ച് നമ്പർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ്. നമ്മൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക കാണുമ്പോൾ നോക്കൂ, രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുകയാണ് വയനാട്ടിൽ നിന്ന്. കഴിഞ്ഞ തവണ മത്സരിക്കാതിരുന്ന KC വേണുഗോപാൽ മത്സരിക്കുന്നു. K മുരളീധരൻ മണ്ഡലം മാറി, അവർക്കൊരു ചെറിയ ആശങ്കയുള്ള തൃശ്ശൂരേക്ക് വരുന്നു. അപ്പോൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള മുഴുവൻ ലോക്സഭാ സീറ്റുകളും 20 ലോക്സഭാ സീറ്റുകളും UDF പക്ഷത്ത് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ സീരിയസ്നെസ്സോടുകൂടി, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ആന്ധ്രയിലെയോ കർണാടകയിലെയോ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കായിരുന്നു, KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് മത്സരിക്കേണ്ടെന്ന് തീരുമാനിക്കാമായിരുന്നു. അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഒരു ചാൻസും വിടുന്നില്ല. കേരളം സ്വീപ്പ് ചെയ്യണം, തൂത്തുവാരണം എന്നൊരു നിർബന്ധ ബുദ്ധിയുണ്ട് കോൺഗ്രസിന് എന്ന് ഈ പട്ടിക കാണുമ്പോൾ തോന്നുന്നുണ്ടോ?
സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അങ്ങനെയാണല്ലോ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ദീപ്തി മേരി വർഗീസ് ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് അതിനുവേണ്ടി ഉന്നയിക്കുന്ന കാര്യങ്ങൾ, ആരോപണങ്ങൾ എന്നുള്ളത് ഇപ്പം തന്നെ അവർ പറഞ്ഞു എന്ന് നോക്കൂ. ശൈലജ ടീച്ചർ കോവിഡ് കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി. ഇതാണോ ജനങ്ങളുടെ പ്രചരിപ്പിക്കാൻ പോകുന്നത്? എങ്കിൽ കഷ്ടം എന്നേ പറയാൻ കഴിയും. പിന്നെ അവരുടെ നേതാക്കളാരും ഇതുവരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതായിട്ട് ഞാനിപ്പോഴാണ് കേൾക്കുന്നത്. ഇതൊരു കോൺഗ്രസ് നേതാവിന് ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് തന്നെ പറയുകയാണല്ലോ. പിന്നെ പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ മുമ്പിലുള്ള മറ്റൊരു യാഥാർത്ഥ്യമാണ് 2 MLA മാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഷാഫി പവനാണ് വരുന്നതെങ്കിൽ 2 MLA മാർ, നിയമസഭയിലെ 2 MLA മാർ നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലമായി മാറുകയാണ് വടകര. അവിടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ MLA ആണ് ശൈലജ ടീച്ചർ. ഷാഫി ആയോട്ടെ ഏറ്റവും വലിയ LDF തരംഗത്തിന് ഇടയിലും പാലക്കാട് പിടിച്ചു നിന്ന MLA-യുമാണ്. രണ്ടുപേർക്കും ആ പ്രത്യേകതകളുമുണ്ട്. പക്ഷേ സിറ്റിംഗ് MP എവിടെ? സിറ്റിംഗ് MP എന്തുകൊണ്ട് അവിടുന്ന് പോയി? അതാണ് ജനങ്ങളുടെ മുമ്പുള്ള ഒന്നാമത്തെ ചോദ്യം. വോട്ടർമാരുടെ മുമ്പുള്ള വരുന്ന LDF പ്രചരിപ്പിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ പാതി വിജയം, തുടക്കത്തിൽ തന്നെ ഉള്ള ഒരു വിജയമുണ്ടല്ലോ, പാതി വിജയം എന്നുള്ള നമ്മൾ ആ ഒരു ഫ്രേസ് ഉണ്ടല്ലോ, നോക്കുമ്പോൾ മുൻപിലല്ലേ അവർ. അതാണ് ഒരു കാര്യം. പിന്നെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ പ്രതാപൻ്റെ കാര്യം പറഞ്ഞു, മാവേലിക്കരയിൽ കൊടുക്കുന്ന സുരേഷിൻ്റെ പ്രശ്നമുണ്ട്, ആൻ്റോ പ്രശ്നം പത്തനംതിട്ടയിലുണ്ട്. അങ്ങനെ നിരവധി മണ്ഡലങ്ങളിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നത് കൊണ്ടാണല്ലോ കോൺഗ്രസ്സിന് ഇപ്പോൾ രാവിലെ തന്നെ രമേശ് ചെന്നിത്തല പറയുന്നു ടൈപ്പ് ചെയ്യുന്ന താമസമേ ഉള്ളൂ. ടൈപ്പ് ചെയ്യാൻ ഇതിന് മാത്രം താമസം വരുമെന്നുള്ളത്, DTP എത്ര താമസിക്കുമെന്നുള്ളത് നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ടൈപ്പിംഗ് താമസം എന്നുള്ള ആ ഒരു പിന്നെ ഈ പ്രയോഗത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ ഒരുപാട് കെട്ടുപാടുകൾക്കകത്ത് കോൺഗ്രസ് ഇപ്പോഴും കടന്ന് പിടയ്ക്കുകയാണ് എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ഇരിക്കട്ടെ. ഇതൊക്കെ എല്ലാ ഇലക്ഷനിലും വരും. ശ്രീമതി ദീപ്തി തന്നെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പൊന്നും പ്രഖ്യാപിച്ചില്ല, സ്ഥാനാർത്ഥികളൊന്നും ആയിട്ടില്ല, ആകുമ്പോഴേക്കും ഞങ്ങളെല്ലാം ശരിയാക്കിക്കോളാം. ഓക്കെ, ആയിക്കോട്ടെ, ആക്കിക്കോളൂ. പക്ഷേ ഇത് പ്രശ്നം ജനങ്ങൾ കാണുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മറക്കാൻ കഴിയില്ല ജനങ്ങളുടെ മുമ്പിൽ. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയിൽ അത് പറയാതിരിക്കാനും കഴിയില്ല. പിന്നെ CPM ഫീൽഡ് ചെയ്തതാണല്ലോ താങ്കൾ ചോദിച്ചത്. ഫീൽഡ് ചെയ്തിരിക്കുന്നത് CPM-നും LDF-നും ഫീൽഡ് ചെയ്യാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ് LDF ഫീൽഡ് ചെയ്തിരിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ അത് ചർച്ച ചെയ്തത് തന്നെയാണ്. വളരെ സീരിയസ്നെസ്സോടുകൂടി വിജയം എന്ന ഒറ്റ കാര്യം മാത്രം മുൻനിർത്തിയാണ് ആ സ്ഥാനാർത്ഥി പട്ടിക. ഇനിയുള്ള ഞാൻ ശ്രീ കൃഷ്ണദാസിലേക്ക് വരുമ്പോൾ ശ്രീമതി ദീപ്തി ഇപ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ ഒക്കെ കേരളത്തിലേക്ക് മത്സരിക്കാൻ നിയോഗിക്കുകയാണ്. ശരിയാണ്, കോൺഗ്രസ് നമ്പറിൻ്റെ കാര്യത്തിൽ ഡെസ്പറേറ്റ് ആണ്. സ്വാഭാവികമായും ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ സംഘടന ചലിക്കുക എന്നുള്ളത് കൂടി പ്രധാനമാണല്ലോ. ഇപ്പോൾ ആലപ്പുഴ തിരിച്ചു പിടിക്കാൻ KC ഒരു മസ്റ്റാണോ? ഞാൻ KC വേണുഗോപാലിൻ്റെ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യത്തിന് മറുപടി പറഞ്ഞോട്ടെ. ഇവിടെ നമ്മൾ വടകര പറ്റിയായിരുന്നു ചർച്ച നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ ജയചന്ദ്രൻ പറഞ്ഞു അത്തരത്തിലൊരു കേസില്ല എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ അറിവിലേക്ക് പറയുകയാണ്, എല്ലാ മാധ്യമങ്ങളിലൂടെയൊക്കെ വെളിയിൽ വന്നതാണ്. PP കിറ്റ് അഴിമതി എന്ന് പറയുന്നത് 500 കോടി രൂപയുടെ അഴിമതി എന്ന് പറയുന്നത് എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത്തരത്തിൽ ഒരു കേസ് ലോകായുക്തയുടെ മുൻപാകെ ഉണ്ടായിരുന്നു. ആ കേസും മുമ്പോട്ട് പോകുന്നു. അതിന് മറുപടിയായി ശൈലജ ടീച്ചർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഞാനിതൊക്കെ ചെയ്തത് എന്നാണ് അതിന് മറുപടിയായിട്ട് പറഞ്ഞത്. അതുകൂടാതെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഏറ്റവും വലിയ ചർച്ചയാകാൻ പോകുന്നത് സിദ്ധാർത്ഥ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും. കാരണം കൊലപാതക രാഷ്ട്രീയം, SFIയുടെ ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയം, ക്രൂരമായ രീതിയിലുള്ള ഇടിമുറികൾ, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും. കാര്യം ഷാഫിയെ പോലെ KSUവിലും യൂത്ത് കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കാൻ പോകുന്നത് വടകരയിലാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായി ആലപ്പുഴയെ സംബന്ധിച്ച് ശ്രീ KC വേണുഗോപാൽ രാജ്യസഭാ അംഗമായി പോയെങ്കിൽ കൂടി എല്ലാ മാസങ്ങളിലും കൃത്യമായി അവിടെ വരികയും അവിടുത്തെ ജനങ്ങളുമായി സംവദിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവിടെ ഈ പറയുന്ന പോലെ വീടില്ലാത്ത വീട് വെച്ച് കൊടുക്കുക, അവിടുത്തെ അവരുടെ പഠനകാര്യങ്ങൾ, കുട്ടികളുടെ പഠനകാര്യങ്ങൾ ഉൾപ്പെടെ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാണോ ഒരു മണ്ഡലത്തെ നോക്കേണ്ടത് അതുപോലെ കൃത്യമായി നേഴ്സ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുതുതായിട്ട് ഇനി അവിടെ തുടങ്ങാനോ പുതുതായി എന്തെങ്കിലും തുടരാനോ ഒന്നുമില്ല. അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെ ധാരാളമാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
പരാജയപ്പെടുത്തുക എന്നുള്ളത് BJPയുടെ ഒരു ടാർഗറ്റാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ BJPയിൽ ഏറ്റവും നന്നായിട്ട് വോട്ട് പിടിക്കാൻ കഴിവുള്ള നേതാവാണ്. അത് അവർ തെളിയിച്ചിട്ടുണ്ട് മുമ്പ് പാലക്കാടും ആറ്റിങ്ങലിലും ഒക്കെ മത്സരിക്കുമ്പോൾ. KCയെ തോൽപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ടാർഗറ്റാണ്? അഭിലാഷ്, അത് KCA എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്നുള്ളത്, രാഷ്ട്രീയപരമായിട്ടുള്ള ശ്രമം നടത്തുക എന്നുള്ളത് BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണല്ലോ. അതിനാണല്ലോ ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുകയും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുകയും ചെയ്യുക, ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ ഞങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യം. അതൊരു പ്രധാനപ്പെട്ട കാര്യം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്താണെങ്കിലും ശ്രീ KC വേണുഗോപാൽ മത്സരിക്കുന്ന സമയത്താണെങ്കിലും ഇവിടെ നോക്കിക്കാണാനുള്ളത് കേരളത്തിൽ നിന്നാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് സീറ്റുകൾ ലഭിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം. കേരളത്തിലാണ് ഈ രണ്ട് ആളുകളും തമ്മിൽ പരസ്പരം LDF ആണെങ്കിലും UDF ആണെങ്കിലും വേറിട്ട് നിന്നുകൊണ്ട് മത്സരിക്കാൻ വേണ്ടിയുള്ള സാഹചര്യമുള്ളത്. പക്ഷേ അവിടെയും ചില അന്തർധാരകൾ നടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിൽ UDFനെ സംബന്ധിച്ച് നിലവിലുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചെങ്കിലും. ഈ തവണ കോൺഗ്രസ്സുകാർക്ക് പോലും അങ്ങനെ ഒരു പ്രതീക്ഷയില്ലല്ലോ. ദേശീയ തലത്തിൽ കോൺഗ്രസ് തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ കോൺഗ്രസ്സുകാർക്ക് പോലുമില്ല. അവർ അങ്ങനെയാണെങ്കിൽ എന്ത് രാഷ്ട്രീയം അല്ലെങ്കിൽ എന്ത് നറേറ്റീവ് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വരാം. അതിനു മുമ്പ് ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു ഇന്ത്യ മുന്നണിയുടെ സർക്കാർ വരും, BJPക്ക് ഒരു ബദലുണ്ടാവും എന്നുള്ളതിനേക്കാൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷം പറയാൻ പോകുന്നത് കോൺഗ്രസ്സുകാർ ജയിച്ചാൽ അവർ BJP പോകും എന്നുള്ളതായിരിക്കുമോ? അല്ല, അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് അഭിലാഷ വ്യക്തമായും രാഷ്ട്രീയമാണ്, പൊളിറ്റിക്സാണ്. എന്താണ് കോൺഗ്രസ് കഴിഞ്ഞ തവണ ന്യൂനപക്ഷങ്ങൾ, ക്രൈസ്തവ ന്യൂനപക്ഷവും മുസ്ലിം ന്യൂനപക്ഷവും ഒപ്പം ഹൈന്ദവ ഭൂരിപക്ഷവും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാനായിട്ട് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം ഒഴിച്ച് അവർക്ക് കൊടുത്തു. എന്താണ് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളോട് അവർ കാണിച്ച സമീപനം? എന്താണ്? അതാണ് ചർച്ച. അതിനാണ് വോട്ട് വരുന്നത്. നെഗറ്റീവ് വോട്ടും പോസിറ്റീവ് വോട്ടും കാണണമല്ലോ. അവിടെയാണ് ഇപ്പോൾ വരുന്ന ഈ പ്രശ്നമെന്ന് പറയുന്നത്. ഇപ്പോൾ പിന്നെ ശ്രീമതി ദീപ്തി പറഞ്ഞില്ലേ ശൈലജ ടീച്ചറുടെ കാര്യം. എനിക്ക് മാഡം ഒരു അഭ്യർത്ഥന നിങ്ങളോട് ഉള്ളത് എന്താണെന്നറിയാമോ? അഴിമതി ആരോപണം ഉണ്ടെങ്കിൽ അഴിമതി ആരോപണമെന്ന് പറയണം. പക്ഷെ പറഞ്ഞത് അങ്ങനെയല്ല. KK ശൈലജ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ശ്രമിച്ചത് താങ്കളുടെ ചർച്ചയിൽ. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. അങ്ങനെയില്ല. പിന്നെ ഈ ലോകായുക്തയിലുണ്ട്, കേസുള്ളതുകൊണ്ട് അത് അഴിമതി ആരോപണമാണ്, എസ്റ്റാബ്ലിഷ് ചെയ്ത അഴിമതിയല്ല. അതിനെ അങ്ങനെ രണ്ടും രണ്ടായിട്ട് പറയണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ ഞാൻ അഭിലാഷ ചോദിച്ച മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കും ഹൈന്ദവ ഭൂരിപക്ഷത്തിനും രാജ്യവ്യാപകമായി നിരവധി ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഈ ഇഷ്യൂസിലുള്ള എന്ത് നിലപാടാണ് കോൺഗ്രസ്? ഇന്ത്യ മുന്നണിയുടെ പവർ ഹൗസായി കരുതുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കേരളത്തിൽ 20 സീറ്റും ഇന്ത്യ മുന്നണി പിടിക്കും എന്ന് ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസമുണ്ട്. അതിൽ കോൺഗ്രസിന് എത്ര, ഇടതുപക്ഷത്തിന് എത്ര എന്നുള്ള കാര്യം എന്തായാലും നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടേ അറിയാൻ കഴിയുകയുള്ളൂ. BJP കേരളത്തിൽ എന്തായാലും അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കോൺഗ്രസിന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ 58 സീറ്റുകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ അറിയാം. 6 സംസ്ഥാനങ്ങളിലെ 58 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. പ്രഖ്യാപനം അല്പസമയത്തിനകം നടക്കും. കേരളത്തിൽ ഈ 58-ൽ 16 കേരളത്തിലെ സീറ്റുകളാണ്. കേരളത്തിലെ 16 സീറ്റുകളിലും തീരുമാനമായിട്ടുണ്ട്. രാജ്യവ്യാപകമായി 58 സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കുമെന്ന പട്ടിക കോൺഗ്രസ് അല്പസമയത്തിനകം പുറത്തുവിടും. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ സവിശേഷത സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നും, പാർട്ടി നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും മത്സരിക്കുന്നു. വടകരയിൽ ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ തൃശ്ശൂരിൽ K മുരളീധരൻ. ഇതാണ് ഇന്നലെ VD സതീശൻ പറഞ്ഞ സർപ്രൈസ്. ഇതിന് ഈ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള മാറ്റത്തിന് മുരളി സമ്മതം മൂളിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വടകരയിൽ മത്സരിച്ച് കൊള്ളാമെന്ന് പാലക്കാട് MLA ഷാഫി പറമ്പിലും നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു. കൺഫ്യൂഷൻ എല്ലാം തീർന്നു. കോൺഗ്രസിന്റെ കേരളത്തിലെ 16 സ്ഥാനാർത്ഥികളും ആയിട്ടുണ്ട്. ഇനി അന്തിമ പ്രഖ്യാപനം മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം വൈകുന്നേരം നടക്കും.